നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള രണ്ടാമത്തെ പരിപാടിയാണ്. ചേർന്ന BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ, അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷൻ ശ്രീകാന്ത്, എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കെ സുരേന്ദ്രന് സംസാരിക്കാൻ കാസർഗോഡ് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇങ്ങനെ ഒരു മുഖാമുഖത്തിന് ക്ഷണിച്ചത് ഞാൻ പ്രസ് ക്ലബ് ഭാരവാഹികളോടും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി വരുന്നത് ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അഴിമതികൾ തന്നെയാണ്. മന്ത്രിമാരെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചും പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ചും അഡീഷണൽ സെക്രട്ടറിയെ കുറിച്ചും എല്ലാമുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ നാം ഏറ്റവും പവിത്രമെന്ന് കരുതുന്ന നിയമസഭയുടെ സ്പീക്കർ കളങ്കിതനാവുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏറെ പവിത്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ട നിയമസഭാ സ്പീക്കർ പദവി, ആ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അദ്ദേഹം കള്ളക്കടത്തുകാർക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഒരു നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പദവി പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു പദവിയാണ്. ആ പദവിയാണ് ഇപ്പോൾ കളങ്കപ്പെടുത്തിയിരിക്കുന്നത്. അത് ജനാധിപത്യ സംവിധാനത്തെ ആകെ ദുർബലപ്പെടുത്തുന്നതും അവമതിപ്പുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു നടപടിയാണ്. അടിയന്തരമായി സ്പീക്കർ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല. സ്പീക്കർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. സ്പീക്കർ പദവി വളരെ മഹത്തായിട്ടുള്ള ഒരു പദവിയാണ്. ആ പദവിയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിച്ചത്. അദ്ദേഹത്തിന്റെ നടപടികൾ പലതും ദുരൂഹമായിരിക്കും. തൃപ്തികരമായ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്നില്ല. മാത്രമല്ല, നിയമസഭയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനില്ലാത്ത അധികാരത്തിലിരിക്കുന്ന ആളാണ് അദ്ദേഹം. നിയമസഭയിലെ നവീകരണ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, കമ്പ്യൂട്ടർവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വലിയ തോതിൽ വഴിവിട്ട കാര്യങ്ങൾ ചെയ്തിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ രണ്ട് വശം വെച്ച് നോക്കിയാൽ അദ്ദേഹം ആ പദവി തുടരുന്നതിന് യോഗ്യനല്ല. അതുകൊണ്ട് അടിയന്തരമായി നിയമസഭാ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ തൽസ്ഥാനം രാജിവെച്ചൊഴിയണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ്. അത്തരം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഭാഗമായിട്ട് വരേണ്ട ഒരു ആളല്ല സ്പീക്കർ എന്ന് പറയുന്ന ആൾ. വളരെ വലിയ ഉന്നതമായ ഒരു പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ പദവിയെയാണ് അദ്ദേഹം ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തുകാരും അനുബന്ധ അഴിമതിക്കാരുമായിട്ട് അദ്ദേഹം നിരന്തരമായി ബന്ധം പുലർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹായം പല ഘട്ടങ്ങളിലും കള്ളക്കടത്തുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. ഒരു തരത്തിലും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ശ്രീരാമകൃഷ്ണൻ സ്പീക്കർ പദവി ഒഴിയണം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും എല്ലാം ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പാണ്. അഡീഷണൽ സെക്രട്ടറി ഇന്നും ED
ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുക. മറച്ചുവെക്കാൻ ഒന്നുമില്ലെങ്കിൽ, തനിക്ക് ആരെയും രക്ഷപ്പെടുത്താനില്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് അസുഖം അഭിനയിക്കുന്നത്? എന്ത് അസുഖമാണ് അഡീഷണൽ സെക്രട്ടറി CM രവീന്ദ്രനുള്ളത്? CM രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ CM വെട്ടിലാകുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ നാടകമെല്ലാം കളിക്കുന്നത്. പാർട്ടി നേതൃത്വത്തിന്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് അദ്ദേഹം നിരന്തരമായ ആശുപത്രി വാസം ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയണം. അദ്ദേഹത്തിന് എന്ത് അസുഖത്തിനാണ് ഇപ്പോൾ ചികിത്സ കൊടുക്കുന്നത്? അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള എന്ത് ആരോഗ്യ പ്രശ്നമാണ്? ഒരു വിദഗ്ധമായിട്ടുള്ള മെഡിക്കൽ സംഘം, നിഷ്പക്ഷമായിട്ടുള്ള മെഡിക്കൽ സംഘം, പാർട്ടിക്കാരല്ല, ഡോക്ടർമാരെ വെച്ച് ഒരു നിഷ്പക്ഷമായിട്ടുള്ള വിദഗ്ധ മെഡിക്കൽ സംഘം അദ്ദേഹത്തെ പരിശോധിക്കണം. അദ്ദേഹം ICUവിൽ നിന്ന് നേരത്തെ ഡിസ്ചാർജ് വാങ്ങാതെ ഓടിപ്പോയതാണ്. വടകരയിലെ ED പരിശോധനയോട് അനുബന്ധിച്ച് ICUവിൽ പ്രവേശിക്കപ്പെട്ടിരുന്ന ആള് സുപ്രഭാതത്തിൽ വടകരയിൽ മുങ്ങിയാണ്. ഇപ്പൊ അദ്ദേഹം വീണ്ടും ആശുപത്രിയിൽ പോയിരിക്കും. ഇത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. നമ്മുടെ ആരോഗ്യ വകുപ്പിനെ ഇത്തരം കാര്യങ്ങൾക്ക് ദുരുപയോഗപ്പെടുത്തുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നിഷ്പക്ഷമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം, CPM അനുഭാവികളായിട്ടുള്ള ഡോക്ടർമാരില്ലാത്ത വിദഗ്ധന്മാരായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘത്തെ വെച്ച് അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് പുറം ലോകത്തോട് പറയാൻ ഗവൺമെന്റ് തയ്യാറാവണം. ഇങ്ങനെ എല്ലാ കാലവും ആശുപത്രിയിൽ കഴിച്ചുകൂട്ടി കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്, നിയമവാഴ്ചയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. CM രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ CMന്റെ രവീന്ദ്രൻ, മറ്റാരുടെയും രവീന്ദ്രനാണ്. CM രവീന്ദ്രൻ 3 പതിറ്റാണ്ട് കാലമായി CMന്റെ രവീന്ദ്രനാണ്. CMന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. CMന്റെ ഇടപാടുകാരനാണ്. CM അറിയാതെ അദ്ദേഹത്തിന് ഒരു തരത്തിലും പ്രവർത്തിക്കാൻ കഴിയില്ല. ശിവശങ്കരന്റെ കാര്യത്തിൽ പറഞ്ഞ തൊടുന്യായങ്ങളൊന്നും CM രവീന്ദ്രന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പറയാനാവില്ല. CM രവീന്ദ്രന്റെ കയ്യിലെ തെളിവുകൾ പുറത്തു വന്നാൽ സാക്ഷാൽ CM കുടുങ്ങുമെന്നുള്ളത് കൊണ്ടാണ് ഈ നാടകം ഗവൺമെന്റ് കളിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ അഴിമതിയും കൊള്ളരുതായ്മയും നേരിടുന്നതിൽ UDF ദയനീയമായി പരാജയപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരം MLA കോടിക്കണക്കിന് രൂപ ജനങ്ങളെ കബളിപ്പിച്ചാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. പാലാരിവട്ടം കേസിൽ ജയിലിലായ മുൻ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ വളരെ അടുത്താണ്. പാലാരിവട്ടം അഴിമതിയിലെ ഒരു പങ്ക് പോയിരിക്കുന്നത്, പ്രതിഫലത്തിന്റെ ഒരു പങ്ക് പോയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളിലേക്ക്. ചന്ദ്രിക ദിനപത്രം വഴിയാണ് 10 കോടി രൂപയുടെ കള്ളപ്പണം, പാലാരിവട്ടത്തെ കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അഴിമതിയുടെ കാര്യത്തിൽ LDFും UDFും ഒരുപോലെയാണ് എന്നുള്ളതാണ് സ്ഥിതി. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുക. ഇപ്പോൾ UDF എന്ന് പറയുന്നത് ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. UDFന്റെ മതേതര സ്വഭാവം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. കോൺഗ്രസ് അടിമകളെ പോലെയാണ് കാസർഗോഡും മലപ്പുറത്തും കോഴിക്കോട്ടും മലബാറിലെ ജില്ലകളിലുമെല്ലാം കോൺഗ്രസ് ലീഗിന്റെ അടിമയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലീഗാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ലീഗിന്റെ അപ്രമാദിത്വമാണ് UDFനെ നയിക്കുന്നത്. ലീഗും വർഗീയ ശക്തികളും ചേർന്ന് UDFന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. മുസ്ലിം ലീഗിന്റെ അടിമകളായിട്ടാണ് കോൺഗ്രസിന് ഇവിടെ പ്രവർത്തിക്കേണ്ടിയിരുന്നത്. ലീഗ് പറയുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. ആത്മാഭിമാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിന്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ കോൺഗ്രസ് വട്ടപൂജ്യമായിരിക്കും. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും നൽകുന്ന ദയാവായ്പിലാണ് കോൺഗ്രസിന്റെ സ്ഥിതി. കോൺഗ്രസിന് അർഹമായിട്ടുള്ള സീറ്റുകൾ പലയിടത്തും, കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലും അടക്കം കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. കോൺഗ്രസിന് കിട്ടേണ്ട പല സീറ്റുകളും ജമാഅത്തെ ഇസ്ലാമിക്കാണ്
UDF കൊടുത്തിരിക്കുന്നത്. വർഗീയതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രധാനപ്പെട്ട പ്രചരണമായിരുന്നു. വർഗീയ ചേരിതിരിവുണ്ടാക്കി മുസ്ലിം വോട്ട് ബാങ്ക് പൂർണ്ണമായിട്ടും UDFൽ കൊണ്ടുവരാനുള്ള നീക്കമാണ്. അതിന്റെ ഭാഗമായിട്ട് രാജ്കുമാർ ഉണ്ണിത്താൻ കുറിയൊക്കെ മാറ്റിട്ടാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസിനെ തേച്ചു മാറ്റി കളയാനുള്ള നീക്കമാണ് ലീഗ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്കുമാർ ഉണ്ണിത്താന്റെ നെറ്റിയിലെ കുറി മാഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് പൂർണ്ണമായിട്ടും തേഞ്ഞു മാഞ്ഞു പോകുന്ന സ്ഥിതിയാണ് കാസർഗോഡും മലപ്പുറത്തുമെല്ലാം. അതുകൊണ്ട് LDFന്റെ അഴിമതിയും മാഫിയ പ്രവർത്തനവും നേരിടാൻ UDFന് സാധിക്കില്ല. പിണറായി വിജയനെ ഈ സർക്കാരിനെ നേരിടുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണ്, BJP ആണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. രവീന്ദ്രൻ വളരെ സത്യസന്ധനാണ്. സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതം. CM രവീന്ദ്രനുമായിട്ടുള്ള പല ഇടപാടുകളിലും കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പല ഘട്ടങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. CM രവീന്ദ്രൻ നടത്തുന്ന പല ബിനാമി ഇടപാടുകളും നിക്ഷേപങ്ങളും കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേന്ദ്രങ്ങളിലാണ്. ശരിയായ അന്വേഷണം നടന്നാൽ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യവും പരിഗണില്ല. ഈ സ്പീക്കർക്കെതിരെ ഈ രഹസ്യമൊഴി കൊടുത്തല്ല, സ്പീക്കറാണ് എന്ന് സ്പീക്കറൊന്നും പറഞ്ഞ് നിഷേധിച്ചില്ലല്ലോ. സ്പീക്കറുടെ ഓഫീസ് ഒരു കടലാസ് എഴുതി കൊടുക്കുകയല്ലേ ഗൗരവതരമായ ഈ ആരോപണത്തോട്. സ്പീക്കർ നിഷേധിക്കുന്നതിന് പകരം, മാർക്സിസ്റ്റ് നേതൃത്വം നിഷേധിക്കുന്നതിന് പകരം എനിക്കെങ്ങനെ വിവരം കിട്ടിയതാണ് ചോദിക്കുന്നത്. അതല്ലല്ലോ ഉത്തരം. ആർക്ക് വിവരം കിട്ടിയെന്നുള്ളതല്ലല്ലോ. സ്പീക്കർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അതീവ ഗൗരവതരമായിട്ടുള്ളതാണ്. വസ്തുതാപരമായി നിഷേധിക്കാത്തത് എന്തുകൊണ്ടാണ്? CPM നേതൃത്വം എന്തുകൊണ്ടാണ് സ്പീക്കറുടെ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ അവർക്കറിയാം. സ്പീക്കറും കള്ളക്കടത്തുകാരും തമ്മിലുള്ള ബന്ധം പാർട്ടിക്കാർക്കെല്ലാം അറിയാം. നേരത്തെ ജലീലിന്റെ വിഷയം വന്ന സമയത്തും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം ഇപ്പോൾ ജലീലിന്റെ ഈ അന്വേഷണ പരിധിയിൽ തന്നെ പുറത്തായ ഒരു അവസ്ഥയാണ്. ജലീലിനെതിരെയുള്ള ആക്ഷേപങ്ങളും ഒഴിവാക്കിയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആര് പറഞ്ഞു ജലീൽ പുറത്തായി? ജലീലകത്താവും. എവിടെ പുറത്താവും? 164 എന്നുള്ള രഹസ്യമൊഴിയാണ്. രഹസ്യമൊഴി പുറത്ത് കത്ത് കൊടുക്കുന്ന സംഗതികൾ എങ്ങനെ പുറത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അറിയുന്നത്? ആര് 164ന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു? 164ന്റെ കാര്യം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. സ്പീക്കർക്കെതിരെ ഞങ്ങൾ സ്വതന്ത്രമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. 164 ഇതിനെ യാതൊരു ബന്ധവും. 164 അവിടെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത്. അല്ലാതെ 164 കൊടുത്തതിന് ശേഷമാണ്. 164 മൊഴി ആർക്കും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആരോപണം ഇടതുമുന്നണി ഉന്നയിക്കുന്നത് അവർക്ക് സത്യത്തെ നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളത്. BJP അധ്യക്ഷന്റെ തിരക്കഥയാണ് അന്വേഷണ ഏജൻസികൾ നടപ്പിലാക്കുന്നത് എന്നാണ് CPMന്റെ നേതാക്കന്മാരുടെ പ്രധാന ആരോപണം. തിരക്കഥകൾ കൊണ്ട് എന്ത് സംഭവിക്കണം? വസ്തുതകളും തെളിവുകളുമാണ് കേസന്വേഷണത്തിന് പ്രധാനം. തിരക്കഥകൾക്കും ഊഹാപോഹങ്ങൾക്കും ഇത്തരം കേസുകളിൽ ഒരു പ്രാധാന്യവുമില്ല. വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അത് ശരിവെക്കുന്ന തെളിവുകൾ പുറത്തു വന്നു. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? ആര്? BJP. അങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിക്കില്ലല്ലോ. CPM നേതാക്കൾ പറയുന്നതല്ലല്ലോ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശരിയായ ദിശയിലാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് അന്വേഷണം തന്റെ അടുത്തേക്ക് വരുമ്പോൾ അത് മോശമെന്നും അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അത് നല്ലതെന്നും പറയുന്നതിന്റെ യുക്തിയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റാണ് ഇങ്ങനെ ഒരു ആരോപണം സ്പീക്കർക്കെതിരെ ഉന്നയിക്കുന്നത്. പാർട്ടിയിൽ തന്നെ പ്രസിഡന്റ് ഉന്നയിച്ച ആരോപണത്തിന് പിന്തുണ കിട്ടുന്നില്ലേ? കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് പ്രസിഡന്റോട് തന്നെ ചോദിക്കണമെന്നാണ്. പ്രസിഡന്റ് ആണല്ലോ പാർട്ടിയുടെ കാര്യങ്ങൾ പറയുന്നത്. ഒരാളെ പ്രസിഡന്റ് ആക്കുന്നത് കേന്ദ്രമന്ത്രി വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞത് പാർട്ടി അധ്യക്ഷൻ പറയുമെന്നാണ്. അദ്ദേഹം ശരിയായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിലെ അഭിപ്രായങ്ങൾ
പാർട്ടി അധ്യക്ഷൻ പറയുന്നതിനെ നിങ്ങൾ എന്തിനാണ് തെറ്റായി വ്യാഖ്യാനിക്കുന്നത്? പാർട്ടിയിൽ സംസ്ഥാന പ്രസിഡന്റ് ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങളിപ്പോ എന്നാണ് പറയുന്നത് ഞാനും മുരളീധരനും രണ്ട് ശരിയാണ്. ഇത്രയും ദിവസം നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇതുവരെ നിങ്ങൾ പറഞ്ഞത് സുരേന്ദ്രനും മുരളീധരനും ചേർന്ന് ഇവിടെ എല്ലാം കുഴപ്പമുണ്ടാകും. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഈ ഏർപ്പാട് ചെയ്യും. അല്ല, പാർട്ടി പ്രസിഡന്റ് ഏതെങ്കിലും ഒന്ന് പറഞ്ഞു. പാർട്ടി പ്രസിഡന്റ് കാര്യം പറയുമെന്നാണ് പറഞ്ഞത്. പാർട്ടിയിൽ ചില നേതാക്കന്മാരൊന്നും ഇപ്പൊ കാണുന്നില്ല. പാർട്ടി പ്രസിഡന്റാണ് എല്ലാ പാർട്ടിയിലും അഭിപ്രായം പറയുന്നത്. അതിലെന്തിട്ട് പ്രതികരിക്കുന്നത്? നിങ്ങൾക്ക് വേറെ ഒന്നും എഴുതാനില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെ ഒരു ക്യാപ്സൂളാണ്. നിങ്ങൾ എന്തിനാണ് എഴുതുന്നത്? ഈ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് അന്വേഷണം പോകുന്ന തരത്തിലുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലൊന്നും തെളിവ് വെച്ച് പറയാം. ഞാനല്ല ആദ്യം പറയുന്നത് പറഞ്ഞ് നിങ്ങൾ തന്നെ പറയാൻ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ആദ്യം പറഞ്ഞു പിന്നീട് പൊസിഷൻ ഏറ്റെടുക്കുന്നോ? എന്തായാലും പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് നോക്കിയാണ്. അതിന് ഉറച്ചേക്കുന്നു. എല്ലാത്തിലും ഉറച്ചിട്ടുണ്ട്. ഏതിലും ഉറച്ചില്ലാത്തത് ജയിലിൽ പോയി കണ്ടു സ്വപ്നം ഞാൻ പറഞ്ഞു. നിങ്ങളെല്ലാവരും ചോദിച്ചു എന്താണ് ഉപഭോഗം പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ ശരിയായിരുന്നു. ഏത് കാര്യത്തിലാണ് തെറ്റായത്? 6-ാം തീയതി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. അത് നിങ്ങൾ എന്താ ചോദിച്ചത്? എവിടുന്ന് കിട്ടി ഉണ്ടായില്ല? ഇപ്പൊ തെളിവ് വന്നില്ല. എല്ലാം വസ്തുത പറയണം. 6-ാം തീയതി ഒരു ഏജൻസി വന്നിട്ടില്ല സഹോദരി. ഈ ക്യാപ്സൂൾ എഴുതുമ്പോൾ കുറച്ച് വസ്തുതാപരമായിട്ട് എഴുതാം. കാരണം 6-ാം തീയതി ജൂലൈ 6-ാം തീയതി ഒരു ഏജൻസി ഇങ്ങോട്ട് വന്നിട്ടില്ല. കേന്ദ്രവും ഇല്ല, സംസ്ഥാനവും ഇല്ല. അപ്പൊ ഞാൻ ആരോട് ചോദിച്ചു പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറഞ്ഞു. ശരിയായ വിവരം പറയാറുള്ളൂ. ധാരാളം വിവരങ്ങൾ കിട്ടുന്നുണ്ട്. വസ്തുതാപരമായി ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. കേരള പോലീസിലും ബിജെപി സംസ്ഥാന പ്രസിഡന്റിന് വലിയ സ്വാധീനമുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. എന്നെ കുറ്റപ്പെടുത്തല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. ഇന്ധനവില അടുത്ത ക്യാപ്സൂൾ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും വീണ്ടും തന്നെ ചോദിക്കും. പുതിയത് ചോദിക്കും. ഇത് ജില്ലയിൽ ഓരോ ജില്ലയിൽ വരും. ഇന്ധനവില എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ജനങ്ങളുടെ ഇന്ധനവില, ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ശക്തമായ സമരം നയിച്ചാൽ താങ്കൾ മറുപടി പറഞ്ഞേ തീരും. ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ബീഹാറിലെ ഇലക്ഷൻ. 8 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ നടന്നു. ബൈ ഇലക്ഷൻ നിങ്ങളെല്ലാം എഴുതി. എക്സിറ്റ് പോളും വന്നു. ഒന്നും കിട്ടി. മോദിയുടേതായിട്ട് പോയി. ഇന്നലെ രാജസ്ഥാനിലും ഫലം വന്നിരിക്കും. മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് വോട്ടെടുപ്പ് നടന്നു. ക്യാപിറ്റൽ സിറ്റിയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഒരു സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നില്ല. നഗരമല്ലേ? അത് BJP ജയിച്ചിരിക്കും. അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളല്ല. ആ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങളുടെ സ്ലോട്ട് നിങ്ങളുടെ സമയങ്ങളായിരുന്നു. ഇനി ഇന്ധനവില കൂടുതലേ ചെയ്യാം. അല്ല, കേരളത്തിൽ ഇനി 5 കൊല്ലത്തേക്ക് ഒന്നിനും വില കയറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഒരാൾ അധികാരത്തിൽ വന്നത്. ഇപ്പൊ വില കുറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിക്ക് മാത്രമാണ്. ബാക്കി എല്ലാത്തിനും വില കൂടുതൽ. സമയത്തിന് കുറവുണ്ട്. ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രതീക്ഷിച്ചു? വലിയ വിജയം. ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കുന്നത് NDA. ഈ കാസർഗോഡ് ബിജെപി മലയോര മേഖലകളിൽ ഈ LDF UDF ആയിട്ട് ചെറിയ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതിന്റെ അർത്ഥം ഈ ബിജെപിക്ക് മലയോര മേഖലയിലെ അക്സെപ്റ്റബിലിറ്റി 2 പാർട്ടിയിലും കൂടുന്നുണ്ടെന്നാണ്. തീർച്ചയായിട്ടും മലയോര മേഖലയിലെ ക്രൈസ്തവ സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതാണ് കാസർഗോഡ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഞാൻ 10 വർഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. എന്റെ ആ കാലത്ത് ഉണ്ടാവാത്ത ഒരു പുതിയ ഡെവലപ്മെന്റ് മലയോര മേഖലയിലടക്കം ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഇത്തവണ NDAക്ക് ലഭിക്കുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാസർഗോഡിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. ലാസ്റ്റ് ചോദ്യം, അതായത് BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിലക്ക് 16 കഴിഞ്ഞ് ചോദിച്ചു